നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 78% പോളിംഗ് നടന്നതായി ആദ്യ റിപ്പോർട്ടുകൾ. നാദാപുരം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. അരൂരിൽ സിപിഎം ലീഗ് സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. മത്സരഫലത്തിന് ഇനി കാത്തിരിപ്പിന്റെ 7 നാളുകൾ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. കോഴിക്കോട് ജില്ലയടക്കം 7 ജില്ലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 30,000-ഓളം സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടിയത്. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. 5,796 സ്ഥാനാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് ജനവിധി തേടിയത്. കോഴിക്കോട് ജില്ലയിലെ 74 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുമായി 5,796 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടിയത്. 2 ദിവസമായി തുടർന്നു വന്ന കനത്ത മഴ ഒരു പരിധിവരെ പോളിംഗിന്റെ തുടക്കത്തിൽ ബാധിച്ചു എന്ന് വേണം കരുതാൻ. സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷമാണ് മിക്കയിടങ്ങളിലും സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചെങ്കിലും മന്ദഗതിയിലായിരുന്നു തുടക്കം. നാദാപുരം മേഖലയിൽ ഉച്ചയോടെ 42% പോളിംഗ് നടന്നത്. എന്നാൽ വൈകുന്നേരത്തോടെ പോളിംഗ് ശക്തി പ്രാപിക്കുകയായിരുന്നു. സ്ത്രീകളുടെ നീണ്ട നിര തന്നെ മിക്ക പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാണാമായിരുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്ന വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനും വോട്ട് ചെയ്യിക്കാനും നിരവധി പാർട്ടി പ്രവർത്തകർ തന്നെയുണ്ടായിരുന്നു. ഒരു വോട്ട് പോലും മത്സരഫലത്തെ സ്വാധീനിക്കുമെന്നതിനാൽ തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാർട്ടി പ്രവർത്തകർ. പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും പ്രകടമായിരുന്നെങ്കിലും പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. നാദാപുരം മേഖലയിൽ ചിലയിടങ്ങളിലുണ്ടായ നേരിയ വാക്കുതർക്കങ്ങളെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിൽ വേർക്കടവ് ബൂത്തിൽ തർക്കത്തെയും സംഘർഷത്തെയും തുടർന്ന് പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. വയൽപീടിക ITC പരിസരത്തും ചില വാക്കുതർക്കങ്ങളുണ്ടായി. നാദാപുരം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വേർക്കടവ് ബൂത്തിലുണ്ടായ നേരിയ സംഘർഷം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആൾക്ക് അവസരം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തെ തുടർന്ന് 45 മിനിറ്റോളം പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. അതിനിടെ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയെ ഓപ്പൺ വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് 1-ാം വാർഡിലെ 1ഉം 2ഉം ബൂത്തുകളിൽ നേരിയ തോതിൽ തർക്കമുണ്ടായത്. സംരക്ഷണം ഇല്ലാണ്ടെങ്കിൽ ഉള്ളിലിരിക്കുക ഞങ്ങൾ ഉറപ്പ് വരുന്നു. ഞങ്ങൾ പോലീസോടുണ്ടാവും. നിങ്ങൾ അതിനിടെ പോളിംഗിന് ശേഷം കടമേരിയിൽ വ്യാപക സംഘർഷമുണ്ടായി. സിപിഎമ്മും ലീഗും തമ്മിലാണ് സംഘർഷം നടന്നത്. വൈകുന്നേരം 6 മണിയോടെയാണ് സംഘർഷം തുടങ്ങിയത്. തണ്ണീർപന്തലിലെ കടകളും ബസ് സ്റ്റോപ്പും തകർന്നതായി റിപ്പോർട്ടുണ്ട്. പോലീസ് ലാത്തിവീശിയാണ് അക്രമികളെ പിരിച്ചയച്ചത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇനി കാത്തിരിപ്പിന്റെ 7 നാളുകളാണ്. ഒക്ടോബർ 31-നാണ് കോഴിക്കോട് ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. മറ്റ് ജില്ലകളിൽ 27 ഫലമറിയുമ്പോൾ കോഴിക്കോട്ടുകാർ ജനഹിതമറിയാൻ 31 വരെ കാത്തിരിക്കണം. നവംബർ 1-നാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. ജനഹിതമറിയാൻ ഇനി കാത്തുനിൽക്കേണ്ടത് 7 നാളുകളാണ്. കോഴിക്കോടൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും 27-ന് മത്സരഫലം പുറത്തുവരും. വേളം പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്ത് വേളം ഡിവിഷനിൽ വരുന്ന ആയഞ്ചേരി പഞ്ചായത്തിന്റെ ചില വാർഡുകളിലും 30-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നീണ്ടകാലത്തെ പ്രചരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരു ചെറിയ വിശ്രമവേളയായാണ് പൊതുപ്രവർത്തകർ ഈ 7 ദിവസങ്ങളെ കാണുന്നത്. എന്നാൽ
നേതൃത്വത്തിന് ഇനി കണക്കിന്റെ കളികളിലൂടെയുള്ള യാത്രയുടെ ദിനങ്ങളാണ്. കൃത്യമായി ഒരു പ്രവചനവും സാധ്യമല്ലാത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ ലഭ്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മത്സരഫലത്തെക്കുറിച്ചുള്ള മുൻധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരിക്കും നേതൃത്വം. വിവിധ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും തരുന്ന കണക്കുകൾ മുന്നണി ബന്ധങ്ങളുടെ സമവാക്യത്തിലിട്ട് ഫലം നിർണ്ണയിക്കാനാവും ശ്രമിക്കുക. പക്ഷേ ഒട്ടേറെ റിബലുകളും പുതുമുന്നണികളും മത്സരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഫലത്തെക്കുറിച്ചുള്ള മുൻധാരണ സൃഷ്ടിക്കുക എന്നത് നേതൃത്വത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഫലത്തിന്റെ ഈ അനിശ്ചിതത്വം തന്നെയാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ആവേശവും. പ്രചരണകാലത്തെ വെല്ലുവിളികളുടെയും അവകാശവാദങ്ങളുടെയും യഥാർത്ഥ ഫലം അറിയാൻ നാം 31 വരെ കാത്തിരിക്കുക തന്നെ വേണം. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കൂടുതൽ വിശകലനങ്ങൾ നടത്തുന്നതിനായി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വാർത്തകളിൽ ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ 14 വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അമ്പലക്കണ്ടി അബ്ദുറഹിമാനുണ്ട്. വ്യാപാരി വ്യവസായി നേതാവ് എന്ന നിലയിലാണ് വാണിമേലിലും നാദാപുരം മണ്ഡലത്തിലും പ്രശസ്തനായിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൂടി രാഷ്ട്രീയ രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അനുഭവം? വ്യാപാരി വ്യവസായി വാണിമേൽ നാദാപുരം മാത്രമല്ല, കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. രാഷ്ട്രീയമായി യാതൊരു വിവരവുമില്ല. ഇലക്ഷൻ വരും, ഞങ്ങൾ ഫാമിലി വോട്ട് ചെയ്യും, തിരിച്ചു പോരും. രാഷ്ട്രീയ ചൂട് എന്താണെന്നുള്ള അറിയില്ല. ഇപ്പോൾ മത്സരിച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ കാരണം ഈ വാണിമേൽ പഞ്ചായത്തിലെ വാർഡിലെ മാത്രമല്ല, വാണിമേൽ പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പഞ്ചായത്തിന്റെ മാറി മാറി വരുന്ന ഭരണങ്ങളിൽ അതൃപ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടും ഈ പൊതുജനങ്ങളുടെ അപേക്ഷ മാനിച്ചും ആണ് ഞാൻ മത്സരരംഗത്തിറങ്ങിയത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ആദ്യത്തെ അത് തന്നെ മുസ്ലിം ലീഗിലെ അധികായനായ NK മൂസ മാസ്റ്ററോട് ആണ്. എന്തായിരിക്കും മത്സരഫലം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അധികായം തന്നെയാണ്. കാരണം രണ്ട് പ്രാവശ്യം 10 കൊല്ലത്തോളം പഞ്ചായത്തിലിരുന്ന മെമ്പറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, പിന്നെ ഒരു വിദ്യാഭ്യാസ ഹൈസ്കൂൾ മാഷാണ്, ഇവിടുത്തെ വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയാണ്. അധികാരം തന്നെയാണ്. പക്ഷേ അത് അയാളെ തളർത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. ആ രീതിയിലാണ് മത്സരിച്ചത്. ഞാൻ ഏകനല്ല, വെറും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏകനല്ല. ഈ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ നയങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വളരെ വിഷമത അനുഭവിക്കുന്ന പല പ്രവർത്തകന്മാരും ഈ മുസ്ലിം ലീഗിലുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ ആണ് ഇതിന്റെ പിന്നിലുള്ളത്. അവരാണ് എന്നെ മത്സരരംഗത്തേക്ക് ഇറക്കിയത്. അടിസ്ഥാനപരമായി താങ്കളും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണോ? മെമ്പർഷിപ്പ് ഉണ്ടെന്ന് മാത്രം, അത്രമാത്രം. മെമ്പർഷിപ്പ് ഉണ്ടെന്ന് മാത്രം. ഈ തെരഞ്ഞെടുപ്പിൽ NK മൂസ മാസ്റ്ററോടുള്ള മത്സരം, അതിൽ അവസാന നിമിഷം വരെ ഒരു കനത്ത പോരാട്ടം, ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു കനത്ത പോരാട്ടം, ജയിക്കാൻ തന്നെയുള്ള പോരാട്ടമായിട്ടാണ് വാണിമേൽ പഞ്ചായത്ത് മൊത്തം ഇതിനെ കണ്ടത്. ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? അതുണ്ട്. എന്താണ് അവിടെ താങ്കൾ അടിസ്ഥാനപരമായി കാണുന്ന താങ്കൾക്കുള്ള ഒരു പോസിറ്റീവ്? എനിക്ക് അനുകൂലമായിട്ടുള്ളത് അല്ലേ? അതെ, എനിക്ക് അനുകൂലമായിട്ടുള്ളത് കാരണം ഞാൻ ഈ വ്യാപാര രംഗത്ത് വളരെ കാലമായിട്ട് വ്യാപാര രംഗത്തുള്ള ഒരാളാണ്. എനിക്ക് ഈ ടൗണിൽ തന്നെ, വാണിമേൽ ടൗണിൽ തന്നെ കച്ചവടങ്ങളുണ്ട്, ബേക്കറി ഒക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുമായിട്ട് പല വിധത്തിലും ഇടപഴകാൻ സാധ്യതയുള്ളതാണ് ബിസിനസ്, കച്ചവടം. അപ്പോൾ ഞാൻ ഇവിടെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥിരമായിട്ട് 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ആയതാണ്. വീണ്ടും എന്നെ തന്നെ തെരഞ്ഞെടുത്താണ്. അപ്പോൾ അതൊക്കെ എന്റെ പ്രവർത്തന ശൈലിയുടെ ഒരു ഗുണമാണ്. അത് മാത്രമല്ല, പൊതുവെ ജനങ്ങളുമായിട്ടുള്ള എന്റെ സമീപനം എപ്പോഴും വളരെ സന്തുഷ്ടം, വെരി വെരി ഹാപ്പി, വളരെ സന്തുഷ്ടം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടായിരുന്നോ അമ്പലക്കണ്ടിക്ക്? ഇല്ല, ആരോട് അപേക്ഷിച്ചിട്ടുള്ള ആരും പിന്തുണയില്ല. ആ ഒരു നിലയിൽ നിന്ന് നോക്കുമ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് അലിയായിരുന്നു CPMന്റെ സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ളൂ. അത്രേ സാധ്യതയുള്ളൂ. പക്ഷേ
എന്റെ ഈ പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി മനസ്സിലാക്കിയ ബഹുഭൂരിഭാഗം ഞങ്ങളെ വാർഡിലെ കാര്യം ഇപ്പൊ പറയണ്ടോ, ഞാൻ ഒരു വാർഡിലെ മനസ്സിലാക്കി, ബഹുഭൂരിഭാഗം ജനങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ എന്റെ പ്രവർത്തനങ്ങളും എന്റെ സ്വഭാവ രീതിയും എന്റെ സേവനം ഒരു സേവന പരമ്പര തന്നെയാണ്. ഞാൻ ഒരു സേവന പരമ്പര തന്നെയാണ്. അതിവിടെ അതിശയോക്തിയാക്കി പറയുകയില്ല. ആര് എന്ത് പ്രശ്നം വന്നാലും വന്ന് പറഞ്ഞാലും അത് പരിഹരിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് സാധിക്കാറുണ്ട്, ഞാൻ പരിഹരിക്കാറുണ്ട്. അത് സാമ്പത്തികമായാലും മറ്റെന്തായാലും. അപ്പൊ അത് എനിക്ക് വലിയൊരു മതിപ്പ് ഈ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിന്നത്. പിന്നെ എന്റെ പിന്നിൽ സഹായിക്കുന്ന പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞല്ലോ, ഈ മുസ്ലിം ലീഗിലെ ഈ അഴിഞ്ഞാട്ടം, ഈ മുസ്ലിം ലീഗിന്റെ നയം, ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം, അതിൽ മനം മടുത്ത ഒരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ കൂട്ടി പറയുന്നില്ല, ഒരു 50% എന്റെ പിന്നിലുണ്ട്. അവരെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെ വോട്ടാണ്. മുസ്ലിം ലീഗിലെ അതൃപ്തരായ ആളുകളുടെ വോട്ടാണ് താങ്കൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിലിപ്പോ പറയുകയാണെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ നേതാവ് എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പിന്തുണ ഔദ്യോഗികമായി താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല, ഔദ്യോഗികമായിട്ട് പിന്തുണയുമില്ല. ഇല്ല. തികച്ചും സ്വതന്ത്രനായ തന്നെയാണ്. തികച്ചും സ്വതന്ത്രൻ അങ്ങ് മത്സരിക്കുന്നത്. ഒട്ടേറെ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് തുറന്നത്. സ്വന്തമായി പാട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ വ്യത്യസ്തമായ രീതികൾ പിന്തുടർന്നു. ആരായിരുന്നു ഇതിനൊക്കെ പ്രചോദനം? ഈ താങ്കളുടെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ അതൃപ്തരായ യുവാക്കൾ തന്നെയായിരുന്നു? യുവാക്കൾ തന്നെയും. ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ ഈ പഞ്ചായത്ത് ഭരണം എന്റെ അനുഭവത്തിൽ തന്നെ വളരെ വളരെ വിഷമതകളുണ്ട്. അതൊക്കെ ഇവിടെ പറയുമ്പോൾ അത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയാണ് ഈ പഞ്ചായത്തിൽ മത്സരിച്ചാൽ ഞാൻ വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞാൻ ഉണ്ടാവുമല്ലോ. ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രസിഡന്റ്ഷിപ്പ് തന്നെ എന്നെ തേടി എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എങ്കിൽ ഈ വാണിമേൽ പഞ്ചായത്തിനെ മുഖച്ഛായ എനിക്ക് മാറ്റാൻ സാധിക്കും എന്നൊരു പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് ഏതെങ്കിലും മുന്നണികളുടെ മുമ്പാകെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അങ്ങ് പോയിരുന്നോ? ഇല്ല, ആരും മുമ്പിൽ പറ്റില്ല. തികച്ചും സ്വതന്ത്രനായി തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയും. ഇപ്പോ മത്സരിച്ചു കഴിഞ്ഞപ്പോ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണെങ്കിൽ അതിലും മത്സരിക്കാം എന്നുള്ള തോന്നലുണ്ടോ? ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. വളരെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു. അതന്നെ. കാരണം വളരെ എന്റെ പ്രാരബ്ധം, കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട്. വെരി വെരി ഹാപ്പി. വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അമ്പലക്കണ്ടി അബ്ദുറഹിമാൻ. ഒട്ടേറെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചുവടുറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ അവസാന നിമിഷത്തിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വാണിമേൽ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വികസനത്തിന്റെ ഒരു പൊൻവെളിച്ചം തന്നെ മുന്നിലേക്ക് നയിക്കും എന്നുള്ള രീതിയിലാണ് അമ്പലക്കണ്ടിയുടെ പ്രസ്താവനകൾ പോകുന്നത്. ഏതായാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം പങ്കിട്ടതിന് നന്ദി, നമസ്കാരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും.